സഫാൻ ബറാമി വിസ്റ്റത്തിന്റെ ഭാരവാഹി കൃത്യമായ രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ഇനി ഏതെങ്കിലും തരത്തിലൊരു പിന്മാറ്റമില്ല, ചർച്ചയില്ല, അല്ലെങ്കിൽ വിട്ടുവീഴ്ചയില്ല. സമ്മർദ്ദം എത്ര ശക്തിപ്പെടുത്തിയാലും ഇതിലൊരു മാറ്റം ഉണ്ടാവുകയില്ല. അതായത് സൂംബ തുടരും. നിങ്ങളുടെ പ്രതിഷേധം ഇനി തുടരുമോ? ഇവിടെ പറഞ്ഞതുപോലെ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇവരുടെ പ്രതികരണം നമ്മൾ കേട്ടു. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സംഘടനയല്ല. നമുക്ക് അങ്ങനെ ആ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ എന്ന് പറയുന്നത് നമ്മുടെ അജണ്ടയിൽ പെടുന്നതല്ല. മറിച്ച് നമ്മളൊരു മതപ്രബോധന സംഘടനയാണ്. ആ നിലക്ക് തന്നെ ഞങ്ങളിവിടെ ഒരു സൂംബയിൽ നിന്നുമല്ല. യഥാർത്ഥത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബോധവൽക്കരണം എന്നത് തുടർച്ചയായി വരുന്ന പ്രക്രിയയാണ്. കേരളത്തിലെ പാഠപുസ്തകത്തെ അടക്കം, കരിക്കുലത്തെ അടക്കം ബാധിക്കുന്ന പല കാര്യങ്ങളെയും, ഉദാഹരണത്തിന് പറഞ്ഞാൽ ജെൻഡർ ന്യൂട്രാലിറ്റി മുതൽ ഇങ്ങോട്ടേക്ക് ഈ രൂപത്തിൽ ബാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്നത് ഞങ്ങൾ തുടർന്നു വരുന്ന പ്രക്രിയയാണ്. അതിന്റെ തന്നെ തുടർച്ചയായിട്ടാണ് സത്യത്തിൽ ഇങ്ങനത്തെ ഒരു തീരുമാനം കൂടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബോധവൽക്കരണം ചെയ്യേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ പക്ഷം. ആ ബോധവൽക്കരണം ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ആ ബോധവൽക്കരണത്തിന് ഇന്നത്തെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ് മീറ്റോ അല്ലെങ്കിൽ അദ്ദേഹം പിന്നോട്ട് പോകുന്നില്ല എന്നതോ ആരെങ്കിലും ഒക്കെ ഒരു കിടമത്സരം നടത്തുക എന്നതോ അതൊന്നും ഞങ്ങൾ അജണ്ടയിൽ പെടുന്നതല്ല. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കാനുള്ളത്, ഇപ്പോൾ ആങ്കർ അപർണ സംസാരിക്കുന്ന സമയത്തും സൂചിപ്പിച്ച കാര്യം, തുടർന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാനൽ ചർച്ചകളിലൊക്കെ ഇതിനെ നേരിടുന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തെ അഡ്രസ് ചെയ്യുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി ഇത് മതസ്പർദ്ധയാണ്. ന്യൂസ് 18 തന്നെ കഴിഞ്ഞ ദിവസം വിദ്വേഷം പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ വർഗീയത പടർത്തുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫിന്റെ ഒരു ചിത്രം വെച്ചൊരു പോൾ നടത്തിയിരുന്നു. അതടക്കം മതസ്പർദ്ധ വളർത്തുന്നു എന്ന് ഈ പ്രശ്നത്തെ ആ നിലക്ക് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഇത് ഉന്നയിക്കുകയൂടെ ചെയ്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഞങ്ങൾ ഈ വിഷയത്തിൽ നടത്തിയ ഏതെങ്കിലും കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള അനൂപ് വിആർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ആ വരികളെ കടമെടുത്തുകൊണ്ട് ഞങ്ങൾ പറയാണ്, ഇതിനെ ഒരു ചർച്ചയാക്കി കൊണ്ടുവന്ന് നടത്തിയ ഏതെങ്കിലും സംസാരത്തിൽ, ഏതെങ്കിലും പ്രതികരണത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന അരവരിയെങ്കിലും, ഒരു വരിയല്ല അരവരിയെങ്കിലും നിങ്ങൾ കാണിച്ചു തരണം എന്നത് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു അവസരത്തിൽ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ പ്രശ്നം എന്ന് പറയുന്നത്, ഞങ്ങൾ ഉയർത്തി കാണിച്ചത് എന്ന് പറയുന്നത്, ലഹരിക്കെതിരെ അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്ട്രെസ് റിലീഫ് ആയിക്കൊണ്ട് ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയെ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നതിന്റെ ആംഗിൾ എന്ന് പറയുന്നത്, ഇന്ന് വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറയുന്നു. ഇന്ന് കോഴിക്കോട് ദൈക്ഷണിക സമ്മേളനം ടൗൺ ഹാളിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ആവർത്തിച്ച് ആ പോയിന്റാണ് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ അധ്യയന വർഷത്തിന്റെ അവസാനത്തിൽ ഈ ഇരിക്കുന്ന എല്ലാവരും, കേരളത്തിൽ മതരാഷ്ട്രീയ ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രയാസപ്പെട്ട് കേട്ട ഒരു ചെയിൻ ഓഫ് ഇവന്റ്സ് ഉണ്ടായിരുന്നു. കുറ്റകൃത്യത്തിന്റെ, ലഹരിയുടെ ഒക്കെ ചെയിൻ ഓഫ് ഇവന്റ്സ് ഉണ്ടായിരുന്നു. അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് അവലോകനം ചെയ്ത എല്ലാവരും പറഞ്ഞിട്ടുള്ള കാരണങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു, വിദ്യാർത്ഥികൾക്കിടയിൽ വളർന്നു വരുന്ന ഒരു ആഘോഷത്വരയുണ്ട്, ഒരു സെലിബ്രേഷൻ മെന്റാലിറ്റി ഉണ്ട്. ആ പ്രശ്നത്തിന്റെ തന്നെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ട ഷഹബാസിനെ ഈ കേരളത്തിന് നഷ്ടമായത് എന്നതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. ആ സെലിബ്രേഷൻ മെന്റാലിറ്റിയിലേക്ക് വീണ്ടും ആക്കം കൂട്ടുന്ന രൂപത്തിൽ കുട്ടികളെ ഈ രൂപത്തിലല്ല പരിഗണിക്കേണ്ടത്, അത് പരിഹരിക്കേണ്ടത്. അത് വീണ്ടും ആ പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുകയുള്ളൂ. ആ നിലക്കുള്ള സംസ്കാരമല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്നാണ് ഈ വിവാദത്തിന്റെ തുടക്കം മുതൽ ഞങ്ങൾ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പറയുന്നത് അതാണ്. വിദ്യാർത്ഥികളെ വീണ്ടും അങ്ങനത്തെ ആഘോഷത്വരയുടെ ചോദിക്കട്ടെ, എല്ലാ ചാനൽ ചർച്ചകളും മതസ്പർദ്ധ വളർത്തുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ്. മുഴുവൻ കേട്ടിട്ടൊന്നും മറുപടി പറയണം. ഇറുകിയ വസ്ത്രം ധരിച്ച് കുട്ടികൾ സൂംബ ചെയ്യുന്നു, ആൺ പെൺ ഭേദമില്ലാതെ തുള്ളുന്നു. അതായത് പെൺകുട്ടികൾ തുള്ളുന്നു, അതാണല്ലോ. ആൺകുട്ടികൾ തുള്ളുന്നതാണെങ്കിൽ വേറെ ഒരുപാട് വിഷയങ്ങൾ അല്ലാണ്ടുണ്ട്, അതിലൊക്കെ നിങ്ങൾ പ്രതിഷേധിക്കണമായിരുന്നു, അതുണ്ടായിട്ടില്ല. അപ്പൊ പെൺകുട്ടികൾ തുള്ളുന്നു. ഇതൊന്നുമല്ല അവിടെ നടന്നിരിക്കുന്ന, അടിച്ചേൽപ്പിക്കലല്ല, ഇറുകിയ വസ്ത്രമല്ല. പക്ഷെ ഉയർത്തിയ വാദം ഇതായിരുന്നു, ടി കെ അഷ്റഫ് അടക്കം പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു. ഈ 2 പോയിന്റ്, ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശാസ്ത്രീയവാദമോ മറ്റെന്തെങ്കിലും ഒരു വാദമോ അല്ല. ഇത് മതമല്ലെങ്കിൽ, മതപരമായിട്ടുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള വാദമല്ലെങ്കിൽ പിന്നെ എന്ത് സംസ്കാര തകർച്ച എന്നാണ് നിങ്ങൾ പറയുന്നത്? അതിന് മതമല്ലാതെ മറ്റെന്ത് ബേസിലാണ് ഇത് തകർന്നു എന്ന് പറയുന്നത്? ഇതിനകത്ത് മതമല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ?
ഒന്ന്, ഞാൻ ചോദിച്ച ചോദ്യത്തിന് അപർണ മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചത് മതസ്പർദ്ധ വളർത്താൻ അരവരിയെങ്കിലും കാണിക്കുന്നുള്ളത്. മതസ്പർദ്ധ, വർഗീയത. ന്യൂസ് അല്ല, 18 കഴിഞ്ഞ നിങ്ങൾ ദിവസം ഫോളോ ചെയ്ത പദം. ഈ ചോദ്യത്തിന് താങ്കൾ ഉത്തരം കൃത്യമായിട്ട് പറയുമ്പോൾ എനിക്ക് പറയാം എന്തുകൊണ്ടാണ് ഇതൊരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മതവിശ്വാസമാണെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന വാദമാണ്. അതിന് തലവെച്ചു കൊടുത്താൽ ഉണ്ടാകുന്ന എതിർപ്പുകൾ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ്? അതാണ് മതസ്പർദ്ധ. അവിടെ മതസ്പർദ്ധയുണ്ട്. ആ മതസ്പർദ്ധയ്ക്ക് നിങ്ങൾ തീ കൊടുക്കുകയാണ്. അപ്പോൾ അത് മതസ്പർദ്ധയാണ്. എന്താണ് സംശയം? അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയവാദം ഇതിനകത്ത് പറയൂ. നിങ്ങൾ പറയുന്ന ഈ സംസ്കാരം തകരുന്നത് ഏത് തരത്തിലാണ്? അത് മതമല്ലാതെ മറ്റെന്താണ്? അപർണ പിന്നെ ഈ ടി കെ അഷ്റഫ് സാഹിബിന്റെ പോസ്റ്റ് വായിച്ചിട്ടുണ്ടോ? ആ, അതിൽ കുട്ടികൾ അല്പവസ്ത്രം ഇട്ട് സൂംബ കളിക്കുന്നു, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടക്കാൻ പോകുന്നത് സൂംബ കളിക്കാൻ പോകുന്നത് അല്പവസ്ത്രമാണ് അല്ലെങ്കിൽ ഇറുകിയ വസ്ത്രമാണ് എന്ന ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ പറ്റുമോ? എവിടെയാണ് അത് മെൻഷൻ ചെയ്തത് എന്നൊന്ന് പറയാൻ പറ്റുമോ? ഇതിനകത്ത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആ വിമർശനം എന്തുകൊണ്ട് അദ്ദേഹം വിട്ടുനിൽക്കുന്നു? അദ്ദേഹം വിസ്റ്റത്തിന്റെ ഇതുവരെയുള്ള നിലപാട് മുഴുവൻ അതായിരുന്നില്ലേ? ഒറ്റയടിക്ക് ആ നിലപാട് മാറിയോ വിസ്റ്റത്തിന്? അല്ല, ഞാൻ ചോദിക്കുന്നത് ബഹുമാനനായ ടി കെ അഷ്റഫ് സാഹിബിന്റെ പോസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് എവിടെ നിന്നാണ് നിങ്ങൾ ആ പറഞ്ഞ വാചകം, ഇറുകിയ വസ്ത്രം ധരിച്ച് കുട്ടികൾ സൂംബ കളിക്കുന്നു എന്ന് പറഞ്ഞ വാചകം കിട്ടിയെന്ന് ചോദ്യം. അല്ല, ബറാമി, അങ്ങനെ പറയുമ്പോൾ വിസ്റ്റത്തിന്റെ പാനലിസ്റ്റുകളിൽ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തിരുന്നതാണ്. എന്താണ് പറഞ്ഞത് എനിക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. ഇപ്പൊ അതൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. വെറും സാധാരണ രീതിയിൽ നിങ്ങൾ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയാണോ ചെയ്തത് വിസ്റ്റം? അല്ല, ഞാൻ ഒരു വലിയ പ്രതിഷേധത്തിന് നിങ്ങൾ തിരികൊളുത്തിയിട്ടു. അത് കഴിഞ്ഞ് താങ്കളടക്കമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഭാരവാഹികളടക്കം എന്തെല്ലാം വാദങ്ങൾ പറഞ്ഞു, ഏതെല്ലാം വാദങ്ങൾ പുറത്തു വന്നു? ആ വാദത്തിനകത്ത് ഇറുകിയ വസ്ത്രം ധരിച്ച് കുട്ടികൾ കളിക്കുന്നതല്ല ലഹരിക്കെതിരായിട്ടുള്ള കൃത്യമായ പ്രചാരണം എന്ന് പറഞ്ഞു. അന്ന് ഇവിടെ വന്നിരുന്ന അബ്ദുൾ അബ്ബാസിനടക്കം ഞാൻ ചോദിച്ചതാണ്, ഇത് സ്കൂളിലെ കുട്ടികൾ സ്കൂൾ യൂണിഫോം ഇട്ടാണോ കളിക്കുന്നത് ഇല്ലയോ എന്ന് പോലും കൃത്യമായി പരിശോധിക്കാതെ നിങ്ങൾ ആ വാദം കൊണ്ടുവന്നു. ഇത് മുഴുവൻ ഉണ്ടാക്കി വലിയ തരത്തിലുള്ള പ്രതിഷേധം നടത്തി. അതെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ അതല്ല പറഞ്ഞത് എന്നാണോ പറയുന്നത്? പിന്നെ വിസ്റ്റത്തിന്റെ പ്രശ്നം എന്തായിരുന്നു? എന്തിനാണ് വിസ്റ്റം ഇതിനെ എതിർത്തത്? അതെന്താണ് നിങ്ങളുടെ പോയിന്റ് എന്താണ്? അല്ലെങ്കിൽ ഞാനൊരു 4 മിനിറ്റ് സംസാരിക്കുന്നതിനിടയിൽ ശ്രീ അപർണ ഇടപെടില്ല എന്ന് ഞാൻ വിശ്വസിക്കാണ്. ഞാൻ ചോദിച്ച കാര്യം ടി കെ അഷ്റഫ് സാഹിബിന്റെ പോസ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലായത് അത് എങ്ങനെയാണെന്നുള്ളതാണ്. അതുപോലെ മതസ്പർദ്ധ വളർത്താൻ നിങ്ങൾ എന്താണ്? ആ ചോദ്യം ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഞാൻ വായിക്കാം. പിന്നെ ടി കെ അഷ്റഫ് സാഹിബിന്റെ പോസ്റ്റിലുള്ള നിങ്ങൾ ഉന്നയിക്കുന്ന ആ ഭാഗം ഞാൻ വായിക്കാം. ഞാൻ പൊതുവിദ്യാലയത്തിലേക്ക് എന്റെ കുട്ടിയെ അയക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചിട്ടാണ്. ആൺ പെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല. ഇതാണ് അഷ്റഫ് സാഹിബിന്റെ പോസ്റ്റിലുള്ള ഭാഗം. ഓക്കെ, ഇതിൽ കളിക്കാൻ പോകുന്ന സൂംബ അങ്ങനെയാണ് എന്നൊന്നുമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. അല്പവസ്ത്രം ധരിച്ച് തുള്ളാൻ വേണ്ടിയിട്ടല്ല കുട്ടികളെ സ്കൂളിൽ വിടുന്നത് എന്ന് പറയുന്നത് തുള്ളാൻ വേണ്ടിയിട്ടല്ല എന്നല്ലാന്നേ അഷ്റഫ് എഴുതിയത്. സഫാൻ ബറാമി, ഞാൻ കഴിഞ്ഞ ദിവസവും വിസ്റ്റത്തിന്റെ ഭാരവാഹികളെ ഇവിടെ എത്തി ചർച്ച നടത്തിയാണ്. എനിക്ക് തോന്നുന്നു ഒരു നടപടി വന്നു, നിങ്ങൾ മയപ്പെട്ടു. നിങ്ങൾക്ക് അതാണ് സത്യം അല്ലെ? നിങ്ങൾക്ക് ഒരുപക്ഷെ പശ്ചാത്താപം ഉണ്ടാവാം. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിഷേധങ്ങൾ മുട്ടുമടക്കുന്നു എന്ന് തോന്നുമ്പോൾ അങ്ങനെയാണെങ്കിൽ തിരുത്താൻ സമയമുണ്ടല്ലോ. വിസ്റ്റം ഉദ്ദേശിച്ചത് ഇതല്ല, ഈ തരത്തിലാണ് സൂമ നടക്കുന്നതെന്ന് വിസ്റ്റം അറിയില്ല. നിങ്ങളത് മാന്യമായി അന്തസ്സായി തിരുത്തു. അതല്ലേ ഭംഗി? കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകളൊക്കെ ഞങ്ങളത് പറഞ്ഞതാണ്. അല്പവസ്ത്രം കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്നോ അല്ലെങ്കിൽ ഇതിന്റെ പോസ്റ്റിന്റെ പശ്ചാത്തലം എന്ന് ഞങ്ങൾ എല്ലായിടത്തും പറഞ്ഞതാണ്. പിന്നെ ഞങ്ങളൊരു ബോധവൽക്കരണം നടത്തുന്ന സമയത്ത് പ്രത്യേകിച്ചും ബോധവൽക്കരണം എനിക്ക് ശരി, ഇനി ഇതുവരെ കേട്ടവരുടെ മുഴുവൻ തെറ്റാണെങ്കിൽ വിസ്റ്റം ഉദ്ദേശിച്ചതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ബോധവൽക്കരണം എന്താണ്? എന്തുകൊണ്ടാണ് സൂംബയ്ക്കെതിരെ നിങ്ങൾ ബോധവൽക്കരണം നടത്തുന്നത്? എന്താണ് പ്രശ്നം സൂംബയ്ക്ക്? ഇവിടെ വിദ്യാർത്ഥികൾക്കിടയിൽ വളർന്നു വരുന്ന ആഘോഷത്വരയെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ. അത് ആർക്കും തർക്കമില്ലാത്ത സംഗതിയാണ്. ആ ആഘോഷം കേരളത്തിലെ ലഹരി വിറ്റയക്കപ്പെടുന്ന, പ്രത്യേകിച്ചും കൗമാര യൗവന പ്രായത്തിലുള്ളവർക്കിടയിൽ ലഹരി വിറ്റയക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് മ്യൂസിക് കൺസേർട്ടുകളാണ് എന്നതിൽ ഒരു തർക്കമില്ല. നഗ്നമായ സത്യമാണ്. അതിന് സമൂഹത്തിൽ ഇടപെടുന്ന ആളുകൾ നിൽക്കുന്ന നമുക്കൊക്കെ അതിന്റെ അനുഭവങ്ങൾ ഒട്ടേറെയുണ്ട്. വിദ്യാർത്ഥികളെ ഈ നിലക്കുള്ള ആഘോഷത്വരയല്ല പഠിപ്പിക്കേണ്ടത് എന്നത് MSFിലെ വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ നടത്തിയ ആഘോഷങ്ങളൊക്കെ ഉണ്ട്. ഈ വിസ്റ്റത്തിന് ആ ഭാഗത്തും കണ്ടിട്ടില്ല. ആ സമയത്തൊന്നും
നിങ്ങൾ അവിടെ ഒന്നും വന്നില്ല. ആൺകുട്ടികൾ ആ തരത്തിൽ ആഘോഷം നടത്തുമ്പോൾ ഇല്ലില്ല, അവിടെയാണ് മലബാറിൽ അത്തരം ആഘോഷങ്ങൾ നടക്കുന്ന കല്യാണ വീടുകളുമുണ്ട്. വിസ്തത്തെ അവിടെയൊന്നും കാണാറില്ല. നിങ്ങൾക്ക് പെൺകുട്ടികൾ പാട്ട് കേൾക്കുകയും ഡാൻസ് കളിക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം. ഈ രൂപത്തിലുള്ള ആഘോഷവും തരം കല്യാണ വീടുകൾ ഇല്ല, ഞങ്ങൾ എതിർക്കുന്നില്ല ബരാവി, ഞാൻ ആദ്യം ചോദിച്ചത് MSFന്റെ കാര്യമാണ്. MSFന്റെ ആഘോഷ പരിപാടിക്കെതിരെ എന്തുകൊണ്ട് വിസ്റ്റം ഒന്നും പറഞ്ഞില്ല? MSFന്റെ ആഘോഷ പരിപാടിക്കെതിരെ വിസ്റ്റം എന്ന് പറഞ്ഞില്ല. MSF ആവട്ടെ, SFI ആകട്ടെ, KSU ആകട്ടെ, അതല്ലാത്ത ഏതെങ്കിലും സംഘടനകളാകട്ടെ, ഇനി ഏതെങ്കിലും മതസ്ഥാപനങ്ങളോ ഏതെങ്കിലും സ്ഥാപനങ്ങളോ ആകട്ടെ, അവിടെ നടക്കുന്ന കാര്യങ്ങളെ പോലെയല്ല ഒരു പൊതുവിദ്യാഭ്യാസം. അവിടെ നിന്ന് പോകാനും പോകാതിരിക്കാനും ഒരാൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പൊതുവിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുമില്ല. സ്കൂളിൽ എന്താണ് നടന്നത്? അല്ല, എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ കഴിഞ്ഞ നിങ്ങൾ പറഞ്ഞു ഈ സ്കൂളിൽ നടപ്പാക്കിയ എന്താണ് സമ്മതം തന്നാലാണല്ലോ ഞാനിത് പറഞ്ഞു അവസാനിപ്പിക്കില്ല. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് നിർത്തി നിങ്ങൾ ഇടപെട്ടാലല്ലേ അതിന്റെ മറുപടി നിങ്ങൾക്ക് മനസ്സിലാക്കുക. വേഗത്തിൽ 6 ചോദ്യങ്ങൾ ഇടുക. ആ ചോദ്യത്തിനെ കുറിച്ച് ഞാൻ മറുപടി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അടുത്ത ഉപചോദ്യം ഇടുക. പിന്നെ എങ്ങനെ ചർച്ച ഫുള്ളാക്കുക? ഒരു ചോദ്യത്തിൽ ഞാൻ നിർത്താം. ഒരു ചോദ്യത്തിൽ ഞാൻ നിർത്താം. ഒറ്റ ചോദ്യം ഒരു ചോദ്യത്തിൽ ഞാൻ നിർത്താം. താങ്കൾ ഉത്തരം പറഞ്ഞോളൂ. താങ്കൾ എതിർക്കുന്ന സൂംബയല്ല ഈ സ്കൂളുകളിൽ നടന്നതെന്നും 10 മിനിറ്റോ 15 മിനിറ്റോ യൂണിഫോം ഇട്ട കുട്ടികൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് നിന്ന് വളരെ ചെറിയ രീതിയിൽ ഒരു സൂംബ പരിശീലനമാണ് നടത്തിയത് എന്നുള്ള ബേസിക് നോളജ് എങ്കിലും ഇൻഫർമേഷൻ എങ്കിലും ഈ മിനിറ്റിലെങ്കിലും വിസ്റ്റത്തിനുണ്ടോ? അത് വിസ്റ്റത്തിന് അറിയാമോ? എന്താണ് ആ സ്കൂളുകൾ നടന്നതെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബോധ്യമുണ്ടോ? ഇപ്പോഴും നിങ്ങൾ ബോധവൽക്കരണം നടക്കുമ്പോൾ നിങ്ങൾ എന്തിനെതിരെയാണ് ബോധവൽക്കരണം നടത്തുന്നത് എന്നെങ്കിലും നിങ്ങൾക്ക് മിനിമം അറിയാമോ? ഈ വലിയ നടപടി വരുമ്പോൾ ഇങ്ങനെ ഒറ്റയടിക്ക് നടപടി വേണോ എന്നാണ് ചോദിക്കേണ്ടത്. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് ഇത് അറിയാത്തതാണോ? നിങ്ങൾ എന്തിനെതിരെയാണ് ബോധവൽക്കരണം നടത്തുന്നത്? എന്തിനെതിരെയാണ് നിങ്ങൾ പ്രതിഷേധിക്കുന്നത്? ചോദ്യം വീണ്ടും എന്തിനെതിരെയാണ് ബോധവൽക്കരണം നടത്തുന്നത്? അതിനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴാണ് പിന്നെയും ഇടയിൽ കയറിയത്. അതുപോലെ ഇപ്പോൾ ഇടയിൽ കയറുകയാണെങ്കിൽ സത്യമായിട്ടും ഈ ചർച്ച ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇവിടെ ഇരിക്കുന്നതിന് എനിക്ക് പ്രത്യേകിച്ച് പർപ്പസ് ഒന്നുമില്ല. ഒരു സെന്റൻസ് പോലും പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന്റെ ഇടയിൽ 1000 ചോദ്യങ്ങൾ തിരിച്ചും കൊണ്ട് ചോദിക്കുന്ന ഒരു ചർച്ചയ്ക്ക് പ്രസക്തി ഇല്ല. അതുകൊണ്ട് ഇതന്നെയാണ് ഇപ്പൊ നേരത്തെ ചോദിച്ചത്. അതുകൊണ്ട് ഞാനൊരു 3 മിനിറ്റെങ്കിലും എന്റെ ഉത്തരം പറഞ്ഞ് തീരുന്നത് വരെ ക്ഷമയോടെ കാത്തു നിന്നതിന്റെ ശേഷം ഒരു ചോദ്യത്തിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ ഞാൻ മറുപടി പറയും. ഓക്കെ, ഇവിടെ ഞങ്ങൾ എന്താണ് ബോധവൽക്കരണം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ കുട്ടികൾക്കിടയിൽ ലഹരി ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് മ്യൂസിക് കൺസേർട്ടുകളാണ് എന്ന് പറയുമ്പോൾ ഞങ്ങളോട് അവിടെ ഇവിടെ ഞങ്ങളുടെ പരിപാടികൾ സസൂക്ഷ്മമായി വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ സ്പോട്ട്ലൈറ്റോ ഞങ്ങളുടെ പ്രോഫ്കോണോ പ്രൊഫൈസോ അധ്യാപക സമ്മേളനമോ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ നടത്തിയ പരിപാടികൾ വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇതിനെക്കുറിച്ചൊക്കെ എല്ലാ വിധത്തിലുമുള്ള ഇത്തരം ആഘോഷ പരിപാടികൾക്കെതിരെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ മറവിൽ ഇവിടെ വിറ്റഴിക്കപ്പെടുന്ന ലഹരിയെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ആഘോഷത്തുറയിലേക്ക് കുട്ടികൾ വീണ്ടും എത്തിക്കുകയല്ല, ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കേണ്ടത്. ഇങ്ങനെ ആഘോഷത്തുറയിലേക്ക് വീണ്ടും കുട്ടികൾ എത്തിച്ചേർന്നാൽ അതിന്റെ പര്യവസാനം ഉണ്ടാവുക അവർ പഠിച്ചെടുക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത് ഇങ്ങനെ ഡാൻസും മറ്റുമൊക്കെ തന്നെയാണെങ്കിൽ അത് വീണ്ടും DJയിലേക്കും കൺസേർട്ടുകളിലേക്കും ഒക്കെ കുട്ടികൾ പുറത്തെത്തും. അത് ലഹരി MDMA അടക്കമുള്ള രാസലഹരികൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സ്ഥലത്തേക്കുള്ള റിക്രൂട്ട്മെന്റ് ആകും. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഇതല്ല അതിന്റെ മാർഗം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നം സൂംബ എന്ന് പറയുന്നത് അല്പവസ്ത്രത്തിൽ നടത്തുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ഒന്നല്ല എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം സൂംബയുടെ ഗ്ലോബൽ വെബ്സൈറ്റിൽ നിങ്ങൾ പോയാൽ എനിക്കത് പുറത്തു വിടുന്നതിന് എന്റെ മാന്യത അനുവദിക്കാത്തതുകൊണ്ട് ന്യൂസ് 18 അത് പ്രശ്നമില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് സൂംബയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോവുക, അവർ അംഗീകരിച്ച 5 പാട്ടുകൾ എടുക്കുക, അതിന്റെ യൂട്യൂബ് വേർഷനുകൾ നോക്കുക, എന്നിട്ട് സമൂഹത്തിന് അത് നിങ്ങളുടെ ചാനലിലൂടെ പ്രദർശിപ്പിക്കുക. അതിൽ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിച്ചവരാണ് അത് കളിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇനി 1 മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും. ഇത് അങ്ങനെ ഇവിടെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന സൂംബയെ ഒരു നിലക്കുമുള്ള ചർച്ചയില്ലാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ വന്നു കഴിയുമ്പോഴാണല്ലോ സ്വാഭാവികമായും എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ അറിയുക. അല്ലെങ്കിൽ എന്ത് വേണം? അധ്യാപക സംഘടനകൾ വിളിച്ച് ചർച്ച ചെയ്യണം, വിദ്യാർത്ഥി സംഘടനകൾ വിളിച്ച് ചർച്ച ചെയ്യണം, എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്ന രൂപം ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് എത്തണം. അതൊന്നുമില്ലാതെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഒരു ദിവസം അത് പറയുന്നു, അടുത്ത ദിവസം അത് ആലോചിക്കുന്നു എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. ഒരു വേളയിൽ സർക്കുലർ കൊടുത്ത് താഴേക്ക് വിട്ടാൽ ഇവിടെ ലഭ്യമായ സൂംബ
സഭയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് അതിലുള്ള ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത പാർട്ടുകൾ പറഞ്ഞ് മതപരമായ ഞങ്ങളെ കാരണങ്ങളെ കൊണ്ട് പൊതുവിദ്യാഭ്യാസ സ്ഥലത്ത് അതുമായി എൻഗേജ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾ വിട്ടുനിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു നിലക്കുമുള്ള മതസ്പർദ്ധയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങളുടെ വിശ്വാസ പ്രകാരം എന്റെ മതവിശ്വാസ പ്രകാരം ഇപ്പൊ ന്യൂസ് 18 ഈ വിഷയത്തിൽ പോൾ ഇട്ടല്ലോ. എന്തായിരുന്നു ആ പോളിന്റെ അവസാനം ഉണ്ടായത് എന്ന് നിങ്ങൾ തന്നെ പരിശോധിച്ചോളൂ. എത്ര ആളുകൾ അതിന് ഞങ്ങൾ 3-4 ആളുകളിലേക്കല്ല ഇത് ചുരുട്ടി കെട്ടേണ്ടത്. അത് ഇഷ്ടമില്ലാത്ത, അതിനോട് യോജിക്കാൻ കഴിയാത്ത മുഴുവൻ വിദ്യാർത്ഥികളും അവർ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഞങ്ങളുടെ മതവിശ്വാസം കൊണ്ട് ഞങ്ങൾ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ അതെങ്ങനെയാണ് മതസ്പർദ്ധയാകുന്നത് എന്ന് വിശദീകരിക്കണം. ഞങ്ങളുടെ വാചകങ്ങൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മൂക്കിനെ തോണ്ടാനെങ്കിലുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതാണ് ചോദിക്കുന്നത്. ഞാൻ തിരികെ എത്താം. ഞാൻ ഇതിനകത്തൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ തിരികെ എത്താം. ശ്രീജിത്ത് പണിക്കർ.